നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് 1975 മുതൽ 77 വരെ നീണ്ടുനിന്ന അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച കാര്യങ്ങളാണ്. 1975 മുതൽ 77 വരെ 21 മാസം നീണ്ടുനിന്ന അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ ഇന്ദിരാഗാന്ധിയെ പ്രേരിപ്പിച്ച ഘടകങ്ങളായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. There are several causes for the imposition of emergency. First, economic context. Second, corruption. Third, political and popular protest. Fourth, movement in Gujarat and Bihar. Last, conflict with judiciary. അടിയന്തരാവസ്ഥ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ഇന്ദിരാഗാന്ധി പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്. 1. സാമ്പത്തിക പശ്ചാത്തലം. 2. അഴിമതി. 3. രാഷ്ട്രീയ ബഹുജന പ്രക്ഷോഭങ്ങൾ. 4. ഗുജറാത്തിലെയും ബീഹാറിലെയും പ്രസ്ഥാനങ്ങൾ. ലാസ്റ്റ് കോൺഫ്ലിക്റ്റ് വിത്ത് ജുഡീഷ്യറി, അതായത് ജുഡീഷ്യറിയുമായുള്ള തർക്കം. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൽ 3 പോയിന്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതായത് സാമ്പത്തിക പശ്ചാത്തലവും അഴിമതിയും രാഷ്ട്രീയ ബഹുജന പ്രക്ഷോഭങ്ങളുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4ാമത്തെ പോയിന്റ് ആണ്. ഗുജറാത്തിലെയും ബീഹാറിലെയും പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചത് എന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച മറ്റൊരു പ്രധാന ഘടകമാണ് മൂവ്മെന്റ് ഇൻ ഗുജറാത്ത് ആൻഡ് ബീഹാർ. 1974 ഗുജറാത്തിലും ബീഹാറിലും പൊളിറ്റിക്കൽ അജിറ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ബീഹാറില് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിക്കുന്നു. ഈ പൊളിറ്റിക്കൽ അജിറ്റേഷൻസ് ഗുജറാത്തിലും ബീഹാറിലും സ്റ്റാർട്ട് ചെയ്ത പൊളിറ്റിക്കൽ അജിറ്റേഷൻസും JP മൂവ്മെന്റ്സും അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഏർപ്പെടുത്തുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു ഗുജറാത്തിലും ബീഹാറിലും ഭരിച്ചുകൊണ്ടിരുന്നത്. അറ്റ് ദിസ് ടൈം കോൺഗ്രസ് ഗവൺമെന്റ് വാസ് റൂളിംഗ് ബോത്ത് ഇൻ ഗുജറാത്ത് ആൻഡ് ബീഹാർ. ഈ സമയത്ത് ഗുജറാത്തിലും ബീഹാറിലെയും ഭരണകക്ഷി കോൺഗ്രസ് പാർട്ടി ആയിരുന്നു. ഇവിടെ സ്റ്റുഡൻസ് അജിറ്റേഷൻസ് ആണ്, വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളായിരുന്നു ഗുജറാത്തിലും ബീഹാറിലും സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഗുജറാത്തിലും ബീഹാറിലും ആരംഭിച്ച ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഇന്ത്യൻ പൊളിറ്റിക്സിലും അതുപോലെ തന്നെ ആ 2 സംസ്ഥാനങ്ങളുടെ സ്റ്റേറ്റ് പൊളിറ്റിക്സിലും ദൂരവ്യാപകമായ ഫലങ്ങളാണ് ഉണ്ടാക്കിയത്. ദി സ്റ്റുഡൻസ് അജിറ്റേഷൻ ഇൻ ഗുജറാത്ത് ആൻഡ് ബീഹാർ ഹാഡ് far-reaching impact on politics of these 2 states and national politics. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഗുജറാത്തിലെ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യാം. In 1974 January, students of Gujarat started an agitation against rising price of food grains and cooking gas and other essential commodities and also corruption. 1974 ജനുവരിയിൽ ഗുജറാത്തിലെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആരംഭിച്ചു. എന്തിനെതിരെയാണ്? ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൈസ് ഉയരുന്നതിന്റെ, അതായത് ഭക്ഷ്യധാന്യങ്ങളുടെ വില വർദ്ധിക്കുന്നു, കുക്കിംഗ് ഗ്യാസിന്റെ വില വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ മറ്റ് അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ ഗുജറാത്തിലെങ്ങും അഴിമതിയാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പോലും അഴിമതിയാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിനെതിരെ ഗുജറാത്തിലെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആരംഭിക്കുന്നു. All major political parties joined this agitation against students. Students സ്റ്റാർട്ട് ചെയ്ത ഈ സമരത്തിൽ മിക്ക പൊളിറ്റിക്കൽ പാർട്ടീസും ഓപ്പോസിഷൻ പാർട്ടീസ് ആണ്, അവരെല്ലാം ജോയിൻ ചെയ്യുന്നു. ഗ്രാജുവലി ദി അജിറ്റേഷൻ ടേൺഡ് ഇൻടു എ വയലൻസ്. സമാധാനപരമായിട്ട് തുടങ്ങിയ സമരമായിരുന്നു, പതിയെ കൊണ്ടത് അക്രമത്തിലേക്ക് കലാശിച്ചു. ആ സമയമായപ്പോഴത്തേക്ക് ഗുജറാത്തിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി പിരിച്ചുവിടുകയും അവിടെ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഡിസോൾവ്ഡ് ആൻഡ് ഇംപ്ലിമെന്റ് പ്രസിഡൻഷ്യൽ റൂൾ ഇൻ ഗുജറാത്ത്. ഗുജറാത്തിൽ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. 1975 ഗുജറാത്ത് നിയമസഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ഇന്ദിരാഗാന്ധി നിർബന്ധിതയാകുന്നു. പക്ഷേ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഗുജറാത്ത് നിയമസഭയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇലക്ഷൻ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ആൾ ഓപ്പോസിഷൻ പാർട്ടീസ് ഡിമാൻഡഡ് ഇമ്മീഡിയറ്റ് ഇലക്ഷൻ. മൊറാർജി ദേശായി നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെ പ്രതിയോഗിയാണ്, സംഘടനാ കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹം ഗുജറാത്ത് നിയമസഭയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുവാൻ ശ്രമിക്കുന്നു.
പ്രതിപക്ഷ സമ്മർദ്ദത്തിനും മൊറാർജി ദേശായിയുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി 1975 ജൂണില് ഗുജറാത്ത് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയും കോൺഗ്രസ് പാർട്ടി പരാജയപ്പെടുകയും ചെയ്തു. At last, election held in 1975 June, Congress was defeated. അപ്പോൾ ഗുജറാത്തിലെ സംഭവ വികാസങ്ങൾ അത്രയുമാണ്. ഇതേ സമാനമായിട്ടുള്ള സംഭവ വികാസമാണ് ബീഹാറിലും ഉണ്ടായത്. സിമിലർ അജിറ്റേഷൻസ് ടുക്ക് പ്ലേസ് ഇൻ ബീഹാർ. അതായത് ഇതേപോലെയുള്ള ഒരു പ്രക്ഷോഭം ബീഹാറിലും സ്റ്റാർട്ട് ചെയ്തു. അവിടെയും പ്രക്ഷോഭത്തിന് തിരികൊളുത്തിയത് വിദ്യാർത്ഥികൾ ആയിരുന്നു. മാർച്ച് 1974, students of Bihar came together to protest against rising price, food scarcity, unemployment and corruption. 1974 മാർച്ചില് ബീഹാറിലെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആരംഭിച്ചു. എന്തിനു വേണ്ടിയാണ്? വിലവർധനയ്ക്കും ഫുഡ് സ്കേഴ്സിറ്റിയും, ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യതക്കുറവ്, തൊഴിലില്ലായ്മ, കറപ്ഷൻ, ഇവ ബീഹാറിലാകമാനം തൊഴിലില്ലായ്മയും ഭക്ഷ്യധാന്യങ്ങളുടെ വിലവർധനവും ഭക്ഷ്യ ദൗർലഭ്യവും ഒക്കെ അനുഭവപ്പെട്ടിരുന്നു. അതുകൂടാതെ ബീഹാറിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായിരുന്നു. അവിടെ അഴിമതി നടമാടിയിരുന്നു. ഇതിനെതിരെ ബീഹാറിലെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആരംഭിച്ചു. ആഫ്റ്റർ എ സ്റ്റേജ് they invited ജയപ്രകാശ് നാരായണൻ to take the leadership of the agitation. കുറച്ച് കഴിഞ്ഞിട്ട് ജയപ്രകാശ് നാരായണനെ ഈ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ ക്ഷണിക്കുകയും ചെയ്തു. ജയപ്രകാശ് നാരായണനെ ബീഹാറിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം ബീഹാറിലാണ് ആരംഭിച്ചത്. പ്രക്ഷോഭം കുറച്ച് ഒരു സ്റ്റേജ് കടന്നപ്പോഴത്തേക്ക് അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുവാൻ ജയപ്രകാശ് നാരായണനെ വിദ്യാർത്ഥികൾ ക്ഷണിക്കുകയും, നാരായണനെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ബീഹാറിലെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ക്ഷണിക്കുന്നു. ജയപ്രകാശ് നാരായണനെ പറ്റി നമുക്കറിയാം. ഫ്രീഡം ഫൈറ്റർ ആണ്, സോഷ്യലിസ്റ്റ് ലീഡർ ആണ്. കുറച്ച് നാളായിട്ട് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിട്ട് സാമൂഹ്യ ക്ഷേമത്തിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൽ ഇൻവോൾവ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പൊ ജയപ്രകാശ് നാരായണൻ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു, സോഷ്യലിസ്റ്റ് ലീഡർ ആണ്. ലേറ്റർ ഹി വാസ് വിത്ഡ്രോ ഫ്രം ആക്റ്റീവ് പൊളിറ്റിക്സ് ആൻഡ് ഇൻവോൾവ്ഡ് ഇൻ സോഷ്യൽ വർക്ക്. അതായത് കുറച്ച് കാലമായിട്ട് ആക്റ്റീവ് പൊളിറ്റിക്സിൽ നിന്ന് മാറിയിട്ട് സോഷ്യൽ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു 1974 JP. He took the leadership of agitation. Students movement assumed a political character and national attraction. ബീഹാറിലെ പ്രക്ഷോഭത്തിന്റെ നേതൃത്വം ജയപ്രകാശ് നാരായണൻ ഏറ്റെടുത്തതോടുകൂടി സ്റ്റുഡൻസ് മൂവ്മെന്റിന്, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഒരു പൊളിറ്റിക്കൽ ക്യാരക്ടർ വന്നു, രാഷ്ട്രീയ സ്വഭാവം വന്നു. അതുപോലെ തന്നെ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റാൻ തുടങ്ങി. അപ്പം ജയപ്രകാശ് നാരായണൻ ബീഹാറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തോടുകൂടി ആ വിദ്യാർത്ഥി പ്രക്ഷോഭം ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റാൻ തുടങ്ങി. അതുപോലെ തന്നെ ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഒരു രാഷ്ട്രീയ സ്വഭാവം കൈവന്നു. JP demanded the dismissal of Congress government in Bihar. അതായത് ബീഹാറിലെ കോൺഗ്രസ് ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്യുക, അതായത് പുറത്താക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക. അതായിരുന്നു JP പ്രസ്ഥാനത്തിന്റെ, ബീഹാർ പ്രസ്ഥാനം പിന്നീട് ബീഹാറിലെ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രസ്ഥാനം പിന്നീട് JP പ്രസ്ഥാനം, ജയപ്രകാശ് നാരായണന്റെ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമായതുകൊണ്ട് JP പ്രസ്ഥാനം എന്നാണ് അറിയപ്പെട്ടത്. കോൺഗ്രസ് ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു ബീഹാറിൽ ആരംഭിച്ച JPയുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞത്. He called for a total revolution in the social, economic and political sphere. രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക മേഖലകളിൽ ഒരു സമ്പൂർണ്ണ വിപ്ലവം ആരാഹ്വാനം ചെയ്തു? ജയപ്രകാശ് നാരായണൻ ആഹ്വാനം ചെയ്തു. ഇൻ ഓർഡർ ടു എസ്റ്റാബ്ലിഷ് ട്രൂ ഡെമോക്രസി, ഒരു യഥാർത്ഥ ജനാധിപത്യം ഇന്ത്യയിൽ വേണം. അതുപോലെ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ഫിയറിൽ ഒരു ടോട്ടൽ റെവല്യൂഷൻ, ഒരു സമ്പൂർണ്ണ വിപ്ലവത്തിന് ജയപ്രകാശ് നാരായണൻ ആഹ്വാനം ചെയ്തു. അവിടെ ഒരു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയം ആരുടേതാണ്? ഉത്തരം ജയപ്രകാശ് നാരായണന്റേത്. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. ടോട്ടൽ റെവല്യൂഷൻ അല്ലെങ്കിൽ സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയം ആരുടേതാണ്? ഉത്തരം ജയപ്രകാശ് നാരായണന്റേത്. JP wanted to spread the Bihar movement to other part of the country. അതായത് ബീഹാറിൽ ആരംഭിച്ച പ്രക്ഷോഭം
ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ ജയപ്രകാശ് നാരായണൻ ശ്രമിച്ചു. ട്രാവലിംഗ് ത്രൂ ഡൽഹി and other parts of North India, he spoke the people about anti-democratic activities of Indira Gandhi. അതായത് ഡൽഹിയിലും മറ്റും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ച് ജയപ്രകാശ് നാരായണൻ ഇന്ദിരാഗാന്ധിയുടെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിച്ചു. JP movement got support of all non-Congress parties. ജയപ്രകാശ് നാരായണൻ നേതൃത്വം നൽകിയ JP മൂവ്മെന്റിന് മറ്റ് കോൺഗ്രസ് പാർട്ടികളുടെയും നോൺ കോൺഗ്രസ് പാർട്ടികളുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. കോൺഗ്രസ് വിരുദ്ധ കക്ഷികളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. JP മൂവ്മെന്റ് ഗോട്ട് ദി സപ്പോർട്ട് ഓഫ് ആൾ നോൺ കോൺഗ്രസ് പാർട്ടീസ്, പ്രത്യേകിച്ച് ഒപ്പോസിഷൻ പാർട്ടീസ്, സംഘടനാ കോൺഗ്രസ്, ഇങ്ങനെയുള്ള കക്ഷികളുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു JP പ്രസ്ഥാനത്തിന്. ഗുജറാത്തിലെയും ബീഹാറിലെയും പ്രക്ഷോഭങ്ങൾ മനസ്സിലായല്ലോ. ദി അജിറ്റേഷൻസ് ഇൻ ഗുജറാത്ത് ആൻഡ് ബീഹാർ വെയർ സീൻ ആസ് ആന്റി കോൺഗ്രസ് അജിറ്റേഷൻസ്. ഗുജറാത്തിലും ബീഹാറിലും നടന്ന സമരങ്ങൾ കോൺഗ്രസ് വിരുദ്ധ സമരങ്ങളായിരുന്നു, കോൺഗ്രസിനെതിരെ നടന്ന സമരങ്ങളായിരുന്നു ഗുജറാത്തിലും ബീഹാറിലും നടന്നത്. Critics point out that these agitations were not directed against Gujarat Bihar government but against the leadership of Indira Gandhi. അതായത് വിമർശകർ പറയുന്നത് ഗുജറാത്തിലും ബീഹാറിലും നടന്ന പ്രക്ഷോഭങ്ങൾ ഗുജറാത്തിലെയും ബീഹാറിലെയും കോൺഗ്രസ് ഗവൺമെന്റിന് എതിരായിട്ട് മാത്രം നടന്ന സമരമല്ല, ഇന്ദിരാഗാന്ധി നേതൃത്വം നൽകുന്ന സെൻട്രൽ ഗവൺമെന്റിനെതിരെ നടന്ന സമരങ്ങളായിരുന്നു ഗുജറാത്തിലും ബീഹാറിലും നടന്നത്. നമ്മൾ ആദ്യത്തെ പോയിന്റിൽ തന്നെ പറഞ്ഞു, സാമ്പത്തിക പശ്ചാത്തലം വളരെ മോശമായിരുന്നു ഇന്ത്യയിൽ 1974 മുതലുള്ള കാലഘട്ടത്തില്. അതായത് ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതെങ്കിലും ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുവാൻ ഒരു പദ്ധതികളും ഇംപ്ലിമെന്റ് ചെയ്തില്ല. അഴിമതി ഉണ്ടായിരുന്നു, അതുപോലെ രാഷ്ട്രീയ ബഹുജന പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗുജറാത്തിലെയും ബീഹാറിലെയും സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ രാഷ്ട്രീയ അനിശ്ചിതത്വമായിരുന്നു ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ. നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് കടക്കാം. ലാസ്റ്റ് പോയിന്റ് എന്താണ്? കോൺഫ്ലിക്റ്റ് വിത്ത് ജുഡീഷ്യറി. ജുഡീഷ്യറിയുമായുള്ള ഏറ്റുമുട്ടൽ, നീതിന്യായ വിഭാഗവുമായുള്ള ഏറ്റുമുട്ടൽ. ഡ്യൂറിംഗ് ദിസ് പീരീഡ് the government and ruling party were in constant conflict with the judiciary. അതായത് ജുഡീഷ്യറിയുമായിട്ട്, നീതിന്യായ വിഭാഗവുമായിട്ട് ഈ സമയത്ത് ഗവൺമെന്റും റൂളിംഗ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒരു സംഘർഷമുണ്ടായി. ഇറ്റ് വാസ് കേസ്ഡ് ബൈ 3 കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ്. ഭരണഘടനാപരമായ മൂന്ന് പ്രശ്നങ്ങളിലായിരുന്നു ഗവൺമെന്റും ജുഡീഷ്യറിയും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റ് ഒരു ഓർഗൻ ആണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഒരു ഘടകമാണ് നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നീതിന്യായ വിഭാഗവുമായിട്ട് ഗവൺമെന്റ് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി. പ്രധാനമായും ഭരണഘടനാപരമായിട്ടുള്ള 3 വിഷയങ്ങളിലായിരുന്നു ഗവൺമെന്റും ജുഡീഷ്യറിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഇപ്പോൾ ഗവൺമെന്റും ജുഡീഷ്യറിയും തമ്മിൽ തർക്കമുണ്ടായി. ഭരണഘടനാപരമായ 3 പ്രശ്നങ്ങളിലാണ് ഗവൺമെന്റും ജുഡീഷ്യറിയും തമ്മിൽ തർക്കമുണ്ടായത്. ഫസ്റ്റ് ഇഷ്യൂ എന്താണെന്ന് നോക്കാം. The first issue was whether Parliament can restrict fundamental rights of the people. The Supreme Court categorically declared that Parliament had no right to do it. അതായത് മൗലിക അവകാശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാനുള്ള അധികാരം പാർലമെന്റിനുണ്ടോ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പാർലമെന്റിന് അധികാരമുണ്ടോ എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം. സുപ്രീം കോടതി അങ്ങനെ ഒരു അധികാരം പാർലമെന്റിന് ഇല്ല എന്ന് പ്രസ്താവിച്ചു. അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ പരിമിതപ്പെടുത്തുവാൻ പാർലമെന്റിന് അധികാരമുണ്ടോ എന്ന ചോദ്യം പാർലമെന്റ് ജുഡീഷ്യറിയോട് ചോദിച്ചു. പക്ഷെ സുപ്രീം കോടതിയുടെ പ്രസ്താവന വന്നു, മൗലിക അവകാശങ്ങൾ പരിമിതപ്പെടുത്തുവാൻ പാർലമെന്റിന് അധികാരം ഇല്ല. അതായിരുന്നു ഒന്നാമത്തെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ എന്താണെന്ന് നോക്കാം. ഗവൺമെന്റും ജുഡീഷ്യറിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് പഠിക്കുന്നത്. ആദ്യത്തേത് നമ്മൾ പഠിച്ചു, ഇനി നമ്മൾ രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്.
മൗലികാവകാശം ആദ്യ കാലഘട്ടത്തിൽ 7 മൗലികാവകാശമായിരുന്നു ഉണ്ടായിരുന്നത്. റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇത് ഇത്രയും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. അതുപോലെ തന്നെ ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു മൗലിക അവകാശമായിരുന്നു. അത് സംബന്ധിച്ച റൈറ്റ് ടു പ്രോപ്പർട്ടി സംബന്ധിച്ച ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ ആണ്. രണ്ടാമത്തത് റൈറ്റ് ടു പ്രോപ്പർട്ടി മൗലിക അവകാശമായിരുന്നു. അത് പരിമിതപ്പെടുത്തുവാൻ, അതായത് ഭരണഘടനാ ഭേദഗതിയിലൂടെ പരിമിതപ്പെടുത്തുവാൻ പാർലമെന്റിന് കഴിയുമോ എന്നതായിരുന്നു രണ്ടാമത്തെ പ്രശ്നം. റൈറ്റ് ടു പ്രോപ്പർട്ടി സ്വത്തവകാശം ഭരണഘടനാ ഭേദഗതിയിലൂടെ പരിമിതപ്പെടുത്തുവാൻ പാർലമെന്റിന് കഴിയില്ല എന്ന പ്രസ്താവന സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇതാണ് രണ്ടാമത്തെ ഇഷ്യൂ. ഒന്നുകൂടെ പറയാം, റൈറ്റ് ടു പ്രോപ്പർട്ടി സ്വത്തവകാശം ഭരണഘടനാ ഭേദഗതിയിലൂടെ അമെൻമെന്റ് പ്രൊസീജിയറിലൂടെ പരിമിതപ്പെടുത്തുവാനുള്ള ശ്രമം പാർലമെന്റിന് പറ്റുമോ എന്നതായിരുന്നു രണ്ടാമത്തെ പ്രശ്നം. ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം പരിമിതപ്പെടുത്തുവാൻ, മൗലികാവകാശമായ സ്വത്തവകാശം പരിമിതപ്പെടുത്തുവാൻ പാർലമെന്റിന് കഴിയില്ല എന്ന പ്രസ്താവനയുമായി സുപ്രീം കോടതി മുന്നോട്ട് വന്നു. ഇതായിരുന്നു രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം നിർദ്ദേശക തത്വങ്ങൾ. അറിയാമല്ലോ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നിർദ്ദേശിക തത്വങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി മൗലിക അവകാശങ്ങളെ പരിമിതപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റ് ഭരണഘടന ഭേദഗതി ചെയ്തു. ഇതായിരുന്നു മൂന്നാമത്തെ ഇഷ്യൂ. അതായത് നിർദ്ദേശക തത്വങ്ങൾ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി മൗലിക അവകാശങ്ങളെ പരിമിതപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റ് ഭരണഘടന ഭേദഗതി ചെയ്തു. ഇതായിരുന്നു മൂന്നാമത്തെ. അപ്പം ഈ 3 സംഭവവികാസങ്ങളോടുകൂടി ഇന്ത്യയില് ഗവൺമെന്റും ജുഡീഷ്യറിയും തമ്മിൽ അധികാര തർക്കങ്ങൾ ഉണ്ടാകുന്നു, അധികാര വടംവലി ഉണ്ടാകുന്നു. ഈ ഗവൺമെന്റും ജുഡീഷ്യറിയും തമ്മിലുള്ള അധികാര വടംവലിയെ തുടർന്ന് 2 സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന് അലഹബാദ് ഹൈക്കോടതി വിധിയും മറ്റൊന്ന് ചീഫ് ജസ്റ്റിസിന്റെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. ചീഫ് ജസ്റ്റിസിന്റെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ജഡ്ജിനെയാണ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കുന്നത്. പക്ഷെ ആ വർഷം 3 സീനിയർ ജഡ്ജിമാരെ മറികടന്നുകൊണ്ട് AN റോയിയെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കുന്നു. ഇതോടുകൂടി വീണ്ടും ഇന്ത്യൻ പൊളിറ്റിക്സിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവുകയാണ്. കാരണം കാലാകാലങ്ങളായിട്ടുള്ള ഒരു കീഴ്വഴക്കമുണ്ട്. സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജഡ്ജാണ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് വരുന്നത്. ആ കീഴ്വഴക്കം ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ലംഘിച്ചു. ഇനി നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവുകയാണ്. There are 3 incidents paved the way for declaration of emergency. പെട്ടെന്ന് തന്നെ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താൻ ഇന്ദിരാഗാന്ധിയെ പ്രേരിപ്പിച്ച 3 സംഭവങ്ങൾ ഏതെല്ലാമാണ്? ഫസ്റ്റ് വൺ, വെർഡിക്റ്റ് ഓഫ് അലഹബാദ് ഹൈക്കോർട്ട്, അലഹബാദ് ഹൈക്കോടതി വിധി. രണ്ടാമത്തത് ഇലക്ഷൻ വെർഡിക്റ്റ് ഇൻ ഗുജറാത്ത്, ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം. 3, ഒപ്പോസിഷൻ മൂവ്മെന്റ്, പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ. അപ്പം 3 സംഭവങ്ങളാണ് പെട്ടെന്ന് അടിയന്തരാവസ്ഥയിലേക്ക് പോകുവാൻ ഇന്ദിരാഗാന്ധിയെ പ്രേരിപ്പിച്ച 3 സംഭവവികാസങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ, ഒന്ന് അലഹബാദ് ഹൈക്കോടതി വിധി, വെർഡിക്റ്റ് ഓഫ് അലഹബാദ് ഹൈക്കോർട്ട്. സെക്കൻഡ്, ഇലക്ഷൻ വെർഡിക്റ്റ് ഇൻ ഗുജറാത്ത്, ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം. മൂന്നാമത്തത് ഒപ്പോസിഷൻ മൂവ്മെന്റ്, പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പൊ ഞാനൊരു വലിയൊരു എസ്സേ പാർട്ടാണ് പഠിപ്പിച്ചത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.